സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ, ഈ അട ഒന്ന് വെച്ചോട്ടെ. അവിടെയാണ് മാഡം. ഹായ് എവരിബഡി. ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? അതിനകത്താണ്. നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇത് കണ്ടോ, ഇനി ആ ഫ്ലാറ്റിന്റെ അകത്ത് നിന്ന് വക്കീൽ എപ്പ പുറത്തിറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. എന്താ പയറ്റി തെളിഞ്ഞവളല്ലേ, എന്ന് പയറ്റിയാലും അവസാനമായിട്ട് പവിത്രം പാവനാശനം സർവവിഘ്നോപശാന്തി. എന്തിനാരി? ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ഐശ്വര്യമായിട്ട് തന്നായിരിക്കും. അതുകൊണ്ടല്ല, അയാൾ എങ്ങാൻ നിന്നെ തല്ലിക്കൊന്നാൽ വായിക്കലിടാൻ ഒരു പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് അഡ്വാൻസ് ആയി തന്നതാ. ഈ അടിത്തടയൊക്കെ നല്ലോണം പഠിക്കണോ? കുറച്ചും കൂടി തെറ്റിയിരുന്നെങ്കിൽ എന്റെ ബലൂൺ പെട്ടുപോയനെ. നമ്മുടെ കണ്ണുകളിൽ തീഷ്ണത വരുത്ത്. തീഷ്ണത നോട്ടം കൊണ്ട്. അവതരിപ്പിക്കുന്നു പുതിയ എവർലാസ്റ്റ് സൂപ്പർ അലൂമിനിയം ഷീറ്റുകളിൽ സൂപ്പർ ടഫ് ഒരു ഹിൻഡാൽകോ ഉൽപ്പന്നം. നോക്കിയടാ, രോമ എഴുന്നേക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ച് തേങ്ങ കൊല. വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കമാൺ, ഗെറ്റ് അപ്പ്. എലിമീശ വണ്ണത്തിലാ എന്റെ ഭരണം മിസ്സായത്. ഇതൊന്ന് ബാസ്കറ്റ് ബോളോ? ഐ കിണിക്കണേ. ആ ശരി, ആ പൊക്ക് 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 പൊക്ക്. മോനെ, നീ നന്നായി വരൂടാ. ആദ്യം സ്ലോ മോഷനിൽ നടക്കാൻ പഠിക്കും. രജനീകാന്തിന്റെ ചിത്രങ്ങളിലൊക്കെ കാണാറില്ലേ? ഇവനാര് പടയപ്പേ? വസു, ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.